പതിവ് പോലെ തന്നെ ദാ പിന്നെയും ലാവലിൻ കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. 20 കൊല്ലമായ ലാവലിൻ കേസ് ഇപ്പോൾ വീണ്ടും 38ാം തവണയാണ് സുപ്രീം കോടതി മാറ്റിവെച്ചിട്ടുള്ളത്. ഇത്തവണ പറഞ്ഞിരിക്കുന്ന ന്യായം ഇങ്ങനെയാണ്: കക്ഷികളിൽ ഒരാളുടെ അഭിഭാഷകൻ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് ഈ കേസ് മാറ്റിവെച്ചത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഇത് 38ാമത്തെ തവണ തന്നെയാണ് സുപ്രീം കോടതി ലാവലിൻ കേസ് മാറ്റിവെക്കുന്നത്. അതായത് കേസ് ഇനി മെയ് 1-ന് അന്തിമവാദം കേൾക്കുമെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുന്നത്. അതായത് നിലവിൽ ഇന്ന് ഒരുപാട് നാളുകൾക്ക് കൂടി അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ കഴിഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ ഫെബ്രുവരിയിൽ ഈ ഒരു കേസ് വിളിച്ചിരിക്കുകയാണ്. ഈ കേസ് വിളിക്കുമ്പോൾ നിലവിൽ ഹാജരാകേണ്ടിയിരിക്കുന്ന അഭിഭാഷകന് എന്തോ ഒരു അസൗകര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ അസൗകര്യമൊക്കെ മാറ്റി ഈ കേസ് അറ്റൻഡ് ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, ഈ കേസ് സുപ്രീം കോടതി വിളിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് കേസ് മാറ്റിവെച്ചു എന്നുള്ള വിവരങ്ങൾ കേൾക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസ് മാറ്റിവെച്ചു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഈ കേസ് മെയ് 1-ന് അന്തിമവാദം കേൾക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും മെയ് 1-ന് ഇനി നമുക്ക് കണ്ടു തന്നെ അറിയാം, അന്തിമവാദമായിരിക്കുമോ അതോ ഈ വാദം മാറ്റിവെക്കുന്ന തരത്തിലായിട്ട് ദിവസം ഇനി മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റുന്ന തരത്തിലായിട്ട് ഈ കേസ് പോകുമോ എന്നുള്ളത് നമുക്ക് ഇനി കണ്ടു തന്നെ അറിയണം. കോടതി നിശ്ചയിക്കുന്ന ഏത് ദിവസവും വാദത്തിന് തയ്യാറെന്ന് CBI അറിയിച്ചിട്ട് പോലും അഭിഭാഷകൻ, അതായത് നിലവിലുള്ള ഇവരുടെ അഭിഭാഷകൻ തന്നെ ഒരു അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് കേസ് മാറ്റിവെച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒക്ടോബർ 31-നാണ് കേസ് അവസാനമായി സുപ്രീം കോടതി പരിഗണിച്ചത്. കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെയാണ് ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത്. ഇതിനെതിരെയാണ് CPM നൽകിയ അപ്പീലും വിചാരണ നേരിടണമെന്ന് വിധിക്കപ്പെട്ടവരുടെ ഹർജികളുമൊക്കെ സുപ്രീം കോടതി ഇപ്പോൾ പരിഗണനയിലുള്ളത്. പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിനും കാനഡയിലെ SNC ലാവലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടെന്നാണ് ഈ സംഭവത്തിൽ തെളിഞ്ഞിരിക്കുന്ന ആരോപണം. 86.25 കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹൻ ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെയാണ് ഹൈക്കോടതി 2017-ൽ കുറ്റവിമുക്തരാക്കിയത്. വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് KG രാജശേഖരൻ നായർ, മുൻ ബോർഡ് ചെയർമാൻ R ശിവദാസൻ, മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരി രംഗയ്യറാണ് ഈ കേസിൽ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വിധിച്ചത്. എന്നാൽ ഈ കേസിൽ വിധി വരുത്താതെ പിണറായിയെ രക്ഷിക്കാൻ 18 പയറ്റി ദില്ലിയിൽ വൻ നീക്കങ്ങൾ നടത്തുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പറയാൻ കഴിയുന്നത്. അതായത് കോടിക്കണക്കിന് മലയാളികളെ വെറും മണ്ടന്മാരാക്കുന്ന നീക്കമാണ് ഇപ്പോൾ വീണ്ടും ലാവലിൻ കേസ് മാറ്റിവെച്ചതോടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം. ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഏകദേശം 1/4 നൂറ്റാണ്ടാകുന്നു ഈ ലാവലിൻ കേസ് ഒരിടത്തും എത്താതെ കൊണ്ടുപോകുന്നത്. 1-2മല്ല, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായ ഈ കേസിൽ ഏകദേശം 300 കോടിയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ പിണറായി വിജയനെ പ്രതി ചേർക്കണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. എന്നാൽ എപ്പോൾ കേസ് എടുത്താലും മലയാളികൾ കേൾക്കുന്നത് ഈ കേസ് മാറ്റിവെച്ചു എന്നതാണ്. അതായത് ഈ കേസ് എടുക്കുന്നത് തന്നെ മാറ്റിവെക്കാൻ വേണ്ടി എന്നുള്ളത് ഉറപ്പാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കാരണഭൂതൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാവി തുലാസിലാടുന്ന രീതിയിൽ എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന്റെ ഭാവി തുലാസിലാടുന്ന രീതിയിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വിധി എങ്ങാനും എതിരായി വന്നു കഴിഞ്ഞാൽ പിണറായി വിജയന് മുഖ്യമന്ത്രി പദവി നഷ്ടപ്പെടുമെന്നത് ഉറപ്പാണ്. ലാവലിൻ കേസിൽ പ്രതിസ്ഥാനത്ത് നിന്ന് മുമ്പ് ഹൈക്കോടതിയാണ് പിണറായി വിജയനെ ഒഴിവാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ നിയമജ്ഞരെ ഉൾപ്പെടുത്തി വലിയ അഴിമതി വിവാദങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ പിണറായി വിജയനെ പ്രതിയാക്കണമെന്നാണ് CBIയുടെ അപ്പീൽ ഹർജി സുപ്രീം കോടതിയിൽ വീണ്ടുമുള്ളത്. മുഖ്യമന്ത്രി പദത്തിൽ നിന്നുടൻ രാജിവെക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. നോക്കണം, ഇത്തരത്തിൽ ഈ കേസ് മാറ്റിവെക്കേണ്ട ഒരു കാര്യവും തന്നെ നമ്മുടെ പരമോന്നത നീതിപീഠത്തിന് ആവശ്യമില്ല. കാരണം രാവിലെ ഈ കേസ് എടുത്ത് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ വിധി പറയാനുള്ള ഒരു കേസ് മാത്രമാണ് മുഖ്യമന്ത്രിയെ വിറപ്പിക്കുന്ന ഈ ലാവലിൻ കേസ്. പക്ഷേ ഇതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്നതാണ് ജനങ്ങളടക്കം ചോദിക്കുന്നത്. കാരണം അത്രമേൽ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ് പിണറായി മുഖ്യൻ. നമ്മുടെ നാട്ടിൽ ചെറിയൊരു പെറ്റിയുടെ പേരിൽ പോലും പാവപ്പെട്ട ജനങ്ങളെ ഓട്ടിച്ചിട്ട് പിഴയടിച്ച് കയ്യിൽ കൊടുക്കുന്ന പോലീസാണുള്ളത്. ആ നാട്ടിലാണ് നാട് ഭരിക്കുന്ന മുഖ്യന്റെ പേരിലുള്ള ഈ കേസ് മാറ്റിവെച്ച് ഉരുണ്ട് കളിക്കുന്നത്. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട അഴിമതി കേസുകളിൽ എത്രയും വേഗം തീർപ്പുണ്ടാക്കണമെന്ന സുപ്രീം കോടതി വിധി പോലും മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.